ഡാ നീ ആളറിഞ്ഞ് കളിക്കടാ എന്ന പാലക്കാട്ടെ BJP നേതാവ് പ്രശാന്ത് ശിവന് ഇടത് കോട്ടകളിൽ നിന്ന് ഭീഷണി ഉയരുകയാണ്. വീട്ടിൽ കയറി നിന്നെ തീർക്കുമെന്ന കൊലവിളികളാണ് ശക്തമാവുന്നത്. പാലക്കാട് നടന്ന തിരഞ്ഞെടുപ്പ് സംവാദം വാക്കേറ്റത്തിലെത്തുകയും കയ്യാങ്കളിയിലേക്ക് മാറിയതോടെ പ്രശാന്ത് ശിവനും ആർഷോയും തമ്മിലടിച്ചത് സംഭവം കൈവിട്ടുപോയി. പ്രശാന്തിനെ സ്കെച്ചിട്ട് കണ്ണൂർ CPM സംഘം. പാർട്ടിക്ക് സ്ലീപ്പർ സെല്ലുണ്ട്, നിന്നെ തീർക്കുമെന്ന കൊലവിളിച്ച് അർജുൻ ആയങ്കി ഫേസ്ബുക്ക് കുറിപ്പിട്ടു. തില്ലങ്കേരി CPM കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് എന്ന സോഷ്യൽ മീഡിയ കത്തിച്ച ബാക്കി സ്വന്തം കമ്പികളും. ഈ കൊലവിളി CPMന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ട അർജുൻ ആയങ്കിക്ക് പാർട്ടിയുമായി അടുത്ത ബന്ധമെന്ന ചർച്ചകൾക്ക് വഴിയിട്ട് കൊടുത്ത BJPയും കളത്തിലേക്ക്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തലയിൽ കൈവച്ച CPM നിന്നെ തീർക്കുമെന്ന പച്ചക്കെഴുതി വച്ചിരിക്കുകയാണ് അർജുൻ ആയങ്കി. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ്. തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി സംസാരമുണ്ടായി. മോഹൻലാലിന്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യേ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും. അങ്ങനെ ഒരു പ്രതിഭാസം മോഹൻലാലിനുണ്ട്. അങ്ങനെ ഒരു പ്രതിഭാസം CPMനുമുണ്ട്. ഭരണത്തിലായതുകൊണ്ട് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽ പാർട്ടിക്കുണ്ട്. പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടെന്ന് വരില്ല. പക്ഷേ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും. ജീവനും ജീവിതവും മറന്ന് പോരാടും, യുദ്ധം ചെയ്യും. പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ്, അവിടെ വ്യക്തിയില്ല. പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ്. ഇതായിരുന്നു അർജുൻ ആയങ്കിയുടെ കുറിപ്പ്. ഇതുവരെ CPM പറഞ്ഞതെല്ലാം പൊളിച്ചടുക്കുന്നതാണ് ആയങ്കിയുടെ ഈ ഒറ്റക്കുറിപ്പ്. സ്ലീപ്പർ സെല്ലൊക്കെ ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സഹാക്കന്മാർ. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ, കൊലപാതക രാഷ്ട്രീയത്തിന്റെ മുഖം കേരളം കണ്ടു കഴിഞ്ഞതാണ്. അത് വികൃതമാണെന്ന് കേരളത്തിന് മനസ്സിലായതുമാണ്. നിങ്ങൾ തന്നെ പറയുന്നത് പോലെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഒതുങ്ങിയെന്നേ ഉള്ളൂ. അതും അറിയാം. ഏതായാലും പ്രശാന്ത് ശിവൻ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. തില്ലങ്കേരിയിലെ CPM കൂട്ടരുടെ സൂപ്പർ ഹീറോ പിണറായി വിജയനല്ല, P ജയരാജനാണ്. PJ ഗ്രൂപ്പ് തലപൊക്കാൻ കാത്തിരിക്കുകയാണ്. അതായത് CPM നേതാക്കൾക്കോ അണികൾക്കോ നേരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായാൽ ഇരച്ചിറങ്ങുന്നത് PJRB ആണ്. പിണറായി വിജയൻ പോലും ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുകയാണ്. പാലക്കാട്ടെ BJPക്കാരൻ ആർഷോയെ കൈവച്ചിട്ട്, കാരണം പിണറായിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ PJ അങ്ങനെയല്ല. PJ എപ്പോഴും പറയുന്നത് RSSനും BJPക്കും അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനം എനിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം BJPക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിന്നെയൊക്കെ തീർക്കുമെന്ന് തന്നെയാണ് പാർട്ടി കോട്ടകളിൽ നിന്ന് വരുന്ന കൊലവിളികൾ. ഇവരുടെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇതിലും വലിയ തെളിവ് വേറെ എന്താണ് വേണ്ടത്? അർജുൻ ആയങ്കി വിഷയത്തിൽ ഇടപെട്ടത് പാർട്ടിക്ക് വീണ്ടും തലവേദനയായി മാറിയിരിക്കുകയാണ്. ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയവർ CPMന് തലയ്ക്ക് മുകളിലുള്ള വാളാണ്. ഇരുവരുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച് പാർട്ടി തന്നെ തഴഞ്ഞതാണ്. ആ ബന്ധം അറുത്തുമാറ്റി എന്നൊക്കെ പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ ഒരു വഴി കൂടെ ഇവരൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. പാർട്ടിക്ക് നേരെ ആര് വന്നാലും ആദ്യം ചോദിക്കാൻ ഇറങ്ങുന്നത് ഈ ഗ്രൂപ്പൊക്കെ തന്നെയാണ്. അർജുൻ, ആകാശ് ഇവരെ പോലെ കൊല്ലാനും ചാകാനും കുറെ എണ്ണത്തെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതും പാർട്ടി തന്നെയാണല്ലോ. അർജുൻ ആയങ്കിയുടെ കൊലവിളി പോസ്റ്റിന് താഴെ പ്രശാന്ത് ശിവനെ വെട്ടിക്കീറണം, അവൻ പാർട്ടിക്കെതിരെ വന്നിരിക്കുന്നു എന്നൊക്കെ ആഹ്വാനം ചെയ്ത മറ്റ് കമ്മികളുടെ പോർവിളി കമന്റുകളുമുണ്ട്. ആ കമന്റുകൾ കൂടി പ്രേക്ഷകർ ഒന്ന് കേൾക്കണം. കാരണം ഇവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലവിളി എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. തെരുവ് ഗുണ്ടകളുടെ നിലവാരം കാണിക്കുന്നവനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. കളിച്ചത് പാർട്ടിയോടാണെന്ന് പ്രശാന്തിന് വരും കാലങ്ങളിൽ മനസ്സിലാകും. ഇതിലും വലിയ തിണ്ണമെടുക്ക് കാണിച്ചവരൊക്കെ ചുമരിൽ തൂക്കിയ ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക്. അതായിരുന്നു ഒരു കമന്റ്. അതായത് കണ്ണൂരിൽ RSSനെ
വെട്ടിപ്പിരുത്തതിന്റെ ആവേശമാണ് ഇപ്പോൾ അർജുൻ ആയെങ്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ എല്ലാവരും വന്ന് വിളമ്പുന്നത്. ഭരണം മാറാതിരിക്കുന്നതാണ് നല്ലത്. LDF തന്നെ വരട്ടെ, സഹാക്കൾക്ക് ഭരണം മാറിയാൽ പണി കൂടും, 10 വർഷത്തെ കണക്ക് ബാക്കിയാണ്. ഇങ്ങനെയാണ് മറ്റൊരാൾ പറയുന്നത്. ഓർത്തു നോക്കണം, സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കുറെ ആൾക്കാർ വന്നു നിന്ന കൊലവിളി നടത്തുന്ന രീതിയാണ്. അതായത് കേരളം ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ കണ്ടിട്ട് തിരുവോണ നാളിൽ PJ-യെ തൊട്ടവന്മാരിൽ 13 എണ്ണത്തെ ചുമരിൽ കയറ്റിയെന്ന് അർജുൻ ആയെങ്കിൽ കൂട്ടരും ആവേശത്തിൽ പറയുന്നുണ്ട്. ഇന്നലത്തെ 4-1 ശക്തിയില്ലാതിരുന്ന കാലത്ത് കണ്ണൂരിലെ നിന്റെയൊക്കെ വലിയ ഗുണ്ടയെ തിരുവോണ നാളിൽ കയറി പൂളിയിട്ട് പോയത് ഓർമ്മയില്ലേ? പിന്നെയല്ലേ പാലക്കാട് ഓള് ചള്ളു ചെക്ക എന്ന് അർജുൻ ആയെങ്കിക്ക് ഒരു BJP-കാരൻ കമന്റ് ഇട്ടു. തിരിച്ചു കിട്ടിയതാ, നിനക്കോർമ്മയില്ലേടാ, PJ-യെ തൊട്ടതിന് മാരാർജി ഭവനിൽ തൂങ്ങിയത് 13 എണ്ണത്തിന്റെ ചിത്രമല്ലേ? പ്ലാൻ ഇട്ട നിന്റെയൊക്കെ വലിയ നേതാവ് കതിരൂർ മനോജ് ഉൾപ്പെടെ പിന്നെ ഓണം ഉണ്ടിട്ടില്ല എന്നും അതും നിനക്കോർമ്മയില്ലേ എന്നും അർജുന്റെ മറുപടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കിയതിന്റെ കൊലവിളിയായിരുന്നു അർജുൻ ആയെങ്കിൽ പോസ്റ്റിന് താഴെ നിറയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസ് അനുഭാവികൾ വന്ന് ഗോൾ അടിക്കുന്നുണ്ട്. ഇതാ, നിങ്ങൾ കുടുംബക്കാരുടെ പ്രശ്നം, അത് നിങ്ങൾ പറഞ്ഞു തീർത്ത് നാളെ നിങ്ങൾ അങ്ങ് ഒന്നാകും, ഞങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് പ്രശാന്തിനെതിരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് CPM, DYFI, SFI സംഘങ്ങൾ. PM മാർഷോയെ കയ്യേറ്റം ചെയ്ത BJP ജില്ലാ പ്രസിഡന്റ് ശിവനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് DYFI പ്രതികരിച്ചിരിക്കുന്നത്. പ്രശാന്തിന്റെ പ്രതികരണം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് PM ആർഷോ പറഞ്ഞപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ മറുപടി. ഗുണ്ടായിസമാണ് പ്രശാന്ത് കാണിച്ചതെന്ന DYFIയും ഗുണ്ടയെ നേതാവാക്കിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും പ്രതികരിച്ചു. ഈ പറയുന്നവർക്കൊന്നും ഗുണ്ടാ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യം. സംഘർഷമുണ്ടായപ്പോൾ ഇടപെടാതെ മാറുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫറൂഖിനെയും സമൂഹ മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല. കണ്ടിട്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരു കമന്റ്. ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ കയ്യാങ്കളിയിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യത്തിൽ മസിലാണ് പ്രാധാന്യമെങ്കിൽ റോണി കോൾമാൻ എന്നേ അമേരിക്കൻ പ്രസിഡന്റ് ആകുമായിരുന്നു. പാലക്കാട് നിന്നുള്ള വാർത്ത കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. ബിഗ് റോൺ എന്നറിയപ്പെടുന്ന റോണി കോൾമാൻ അമേരിക്കയിൽ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു മന്ത്രി പ്രശാന്ത് ശിവനെ പരിഹസിച്ചുകൊണ്ട് കുറിപ്പിട്ടത്. ആർഷോയും ഇപ്പോൾ പ്രശാന്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്നായിരുന്നു PM ആർഷോ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആർഷോ ഒക്കെ പക്വതയോടുകൂടി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ കോമഡിയാണ്. എന്തായാലും തമ്മിലടിച്ചത് രണ്ടും തറ ഗുണ്ടകളായതുകൊണ്ട് ജനങ്ങൾക്ക് ചിരിയാണ്. ഇരുവരും അവരുടെ നിലവാരം പുറത്തു കാണിച്ചു, അത്രയേ ഉള്ളൂ. എത്ര മാന്യന്മാരാകാൻ നോക്കിയാലും ചില സമയത്ത് ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡ് പുറത്തു വരും. അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും പ്രശാന്ത് ശിവൻ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. 52 വെട്ടും ഇന്നോവ കാറും, ഇതാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ താങ്കളുടെ ശരീരത്തിൽ മണ്ണ് വീഴാതെ സൂക്ഷിക്കാം.